കൂട്ടുകാരെ, ദേവിക്ക് ഇത് കനത്ത തിരിച്ചടി. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടികളാണ് നമ്മുടെ ദേവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രഭാവതി കടുത്ത ഭീഷണി തന്നെ നമ്മുടെ ദേവിയുടെ നേരെ ഉയർത്തുന്നുണ്ട്. നീ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പൊക്കോളണം, അവരുടെ ജീവിതത്തിൽ ഒരു കരടായി നീ മാറരുത്. എന്താ പറയുക, മീര നന്ദനുള്ളത് മാത്രമാണ്, നീ എവിടെയെങ്കിലും പൊക്കോണം, നിന്റെ ജീവനെ തന്നെ അല്ലെങ്കിൽ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ മാധവൻ, നമ്മുടെ ദേവിയുടെ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പ്രഭാവതി ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, താങ്കളെന്നല്ല, നിങ്ങൾക്ക് ഇവിടെയാണ് ജോലി, ഈ വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം, അതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവി ആകെപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ, ഇത് പ്രഭാവതിയുടെ കടുത്ത ക്രൂരത തന്നെയായിപ്പോയി. നമ്മുടെ സ്വന്തം മരുമകളുടെ അച്ഛനെ ആ ഒരു വീട്ടിലെ സെക്യൂരിറ്റി ആക്കുക, അതിലും വലിയ ഒരു തരം താഴ്ത്തൽ വേറെ ഇല്ലല്ലോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മീര നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് വരച്ച ആ ഒരു പ്രാഞ്ചിയെ കാണാൻ വേണ്ടി നമ്മുടെ ഗിരീഷിനെ വീഡിയോ കോൾ ചെയ്യുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ കോളിലൂടെ നമ്മുടെ പ്രാഞ്ചിയുടെ മുഖം, നമ്മുടെ പ്രകാശിൻ്റെ മുഖം നമ്മുടെ മീര കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കൂട്ടുകാരെയും. നമ്മുടെ ദേവിയുടെ അച്ഛൻ്റെ കാര്യത്തിൽ നമ്മുടെ നന്ദൻ എന്തെങ്കിലും തീരുമാനമെടുക്കുമോ? നന്ദൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി പ്രതികരിക്കുന്ന നന്ദനെ ആയിരിക്കുമോ നാളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? എങ്കിൽ നമ്മൾക്കൊക്കെ സന്തോഷം അല്ലേ കൂട്ടുകാരെ? അങ്ങനെ തന്നെ ആവട്ടെ കഥ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.